ഇന്ത്യൻ സിനിമാ ലോകത്ത് പുതിയ പ്രതിഭകളെയും മുഖങ്ങളെയും എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ ഒരു കാലഘട്ടത്ത് നമ്മൾക്ക് ഏതൊരു മേഖലയിലായാലും സിംഗിങ്, ഡാൻസിങ്, ആക്ടിങ്, പ്രത്യേകിച്ച് ആക്ടിങ് രംഗത്ത് ധാരാളം ആർട്ടിസ്റ്റുകൾ കടന്നു വരുന്നുണ്ട്. ഒരു പെൻഡുലം ക്ലോക്കിനെ പോലെ വളരെ നിസ്സാരമായി സ്വഭാവ ഗ്ലാമർ വേഷങ്ങൾ ചെയ്യുന്ന ഒരു തെന്നിന്ത്യൻ നടിയാണ് നമ്മോടൊപ്പം ഇന്ന് ഓണത്തിലെ മനോഹരമായ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് വന്നിരിക്കുന്നത്. സോ നമ്മളുടെയൊക്കെ പ്രിയങ്കരിയായ പ്രിയാമണി, സ്വാഗതം. താങ്ക് യു. തടി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അല്ലേ? കുറച്ചല്ല, കുറച്ച് ഭയങ്കരമായിട്ട് ഞാൻ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഐ തിങ്ക് ഒരു 5 or 6 kilos റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഗുഡ് ജോബ്. സോ ഇത് തന്നെ ലൈക്ക് ഏതെങ്കിലും മൂവിക്ക് വേണ്ടി ചെയ്തതാണോ, ലൈക്ക് യു പ്രോബബ്ലി ഇൻഡസ്ട്രിയിലേക്ക് അങ്ങനത്തെ ഒരു ഫ്ലോയിൽ അങ്ങ് ചെയ്തു പോയതാണോ? അത് ആക്ച്വലി അല്ല, ഇതൊരു 3 years മുമ്പ് സംഭവിച്ച ഒരു കഥയാണ്. ബിക്കോസ് ഒരു കന്നഡ പടം ചെയ്യുന്ന ടൈമിൽ ഞങ്ങൾ സ്പെയിനിൽ പോയി ഷൂട്ടിന് വേണ്ടി, സോങ് ഷൂട്ടിന് വേണ്ടി. അപ്പോൾ എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടാണ് കൊറിയോഗ്രാഫർ, ഇമ്രാൻ എന്ന് പറഞ്ഞിട്ട്, കന്നഡയിൽ ഒരു വലിയൊരു കൊറിയോഗ്രാഫറാണ്. ഇറ്റ്സ് വെരി വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ സ്പെയിനിൽ പോവാണ്. ആൻഡ് മൂവി വാസ് വിത്ത് ദിസ് സൂപ്പർ സ്റ്റാർ കോൾ പുനീത് രാജ്കുമാർ. അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ പുനീത് രാജ്കുമാർ വന്നിട്ട് ഭയങ്കര 6 pack ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ ഭയങ്കര തിന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പ്രിയ വന്നിട്ട് ഇന്ന് കുറച്ചുകൂടെ ട്രിം ആവണം ടു മാച്ച് അപ്പ് ടു ഹിം, അറ്റ്ലീസ്റ്റ് ഹിസ് ബോഡി സ്റ്റൈൽ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ടാണ് ഐ സെഡ് ഓക്കെ. ബിക്കോസ് ഒരു 2-3 years മുമ്പ് ഞാൻ ഓസ്ട്രേലിയ പോയി ഫോർ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയേഴ്സ്. അപ്പോൾ ആ ടൈമിൽ ആ പടത്തിൻ്റെ ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ യു ഗോയിങ് ഫോർ ന്യൂ ഇയേഴ്സ്, പക്ഷേ മേക്ക് ഷുവർ യു കം ബാക്ക് ഫുള്ളി റെഡ്യൂസ്ഡ്. ബിക്കോസ് വന്ന ശേഷം വി വർ ടു ബി ഫിൽമിങ് എ പോർഷൻ വെയർ ആ പടത്തിൽ ക്ലൈമാക്സിൻ്റെ ടൈമിൽ വില്ലൻ വന്നിട്ട് എന്നെ കിഡ്നാപ്പ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 1 month ആയിട്ട് പുള്ളി ഓൾമോസ്റ്റ് ഡെയിലി എന്നെ വന്നിട്ട് ഡ്രഗ് ചെയ്യും. സോ ഇഫ് യു ആർ ഡ്രഗ്ഡ് ഫോർ 30 days you really look thin. അപ്പോൾ അതിന് മൈൻഡിൽ വെച്ചിട്ടാണ് ഞാൻ ഐ ട്രൈ ടു കൺട്രോൾ മൈസെൽഫ് ഇൻ ഓസ്ട്രേലിയ. Was it a hard job? കുറച്ച് ഹാർഡായിരുന്നു. ബിക്കോസ് എല്ലാവരും കസിൻസ്, ബിക്കോസ് വി ഗോട്ട് ടുഗെദർ കസിൻസ് എല്ലാവരും. And good food, smell lingering, അതെല്ലാം നമ്മളെ ടെംപ്റ്റ് ചെയ്യും കുറെയൊക്കെ. That also, yes. But first time ആണ് ഞങ്ങൾ എല്ലാവരും സിഡ്നിയിൽ, because my cousins are there in Sydney. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് we were there together for 8 to 10 days അവിടെ. സോ ആൻഡ് ടൈം ടു ടൈം ഞങ്ങൾ ഈവനിങ് ടൈമിൽ കസിൻസ് ജിമ്മിക്കൊക്കെ പോകുമ്പോൾ ഞാനും പോയിട്ട് ഐ യൂസ് ടു വർക്ക് ഔട്ട് വിത്ത് ദെം ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. സോ അത് കണ്ടിന്യൂ വന്ന ശേഷം എവറിബഡി വർ ഇൻ എ ബിഗ് ഷോക്ക്. ബിക്കോസ് അയ്യോ ഇത്ര റെഡ്യൂസ് ആയോ, നമുക്ക് വിചാരിക്കാൻ പോലും പറ്റില്ല ഇത്ര റെഡ്യൂസ് ആയി ഇൻ 10 days. ഐ സെഡ് ഓക്കെ സംതിങ് ഇസ് ഡെഫിനറ്റ്ലി അപ്പോൾ ഇറ്റ്സ് വർക്ക്ഡ് ഔട്ട് ദേർ എന്ന് പറഞ്ഞിട്ടാണ് ഓക്കെ. സോ എന്നെ ഫിലിം ഡിമാൻഡ് ഒക്കെ ആയിട്ട് ഇപ്പൊ ഒന്ന് ട്രിം ഡൗൺ ആയി കഴിഞ്ഞു. മാത്രമല്ല ഇപ്പോൾ ഇപ്പം ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണല്ലേ സിബി ചേട്ടൻ്റെ കൂടെ, സിമി മലയാള സാറിന്റെ കൂടെ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. സോ എന്താണ് ആ പ്രോജക്റ്റിനെ പറ്റി പറയാനുള്ളത്? അതിൻ്റെ പേര് വന്നിട്ട് ഞങ്ങളുടെ വീട്ടിലെ അതിഥികളാണ്. ഇറ്റ്സ് ഒരു ഹൗ കൻ ഐ പുട്ട് ഇറ്റ്, ഇതൊരു ഫാമിലി ഫിലിമാണ്, ഫാമിലി ഓറിയന്റഡ്. ഇതാണ് ജയറാം സർ was playing my husband in the film. And സിബി സർ തന്നെ എന്നെ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ ഐ വോണ്ട് പ്രിയ എൻ്റെ പടത്തിൽ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ഡയറക്ടർ എന്നെ വിളിക്കുമ്പോൾ ഹൗ കെൻ സേ നോ. അപ്പോൾ പടത്തിൻ്റെ സ്റ്റോറി റൈറ്റർ മിസ്റ്റർ ഗിരീഷ് കുമാർ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ കഥ പറഞ്ഞു. കുറച്ചൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം ഇരിക്കുന്ന ഒരു ഗേളാണ്, ഒരു ഫാമിലി ഒരു വൈഫാണ്. എന്തിനാ വൈ ഡസ് ഷീ ഗെറ്റ് ദിസ് പ്രോബ്ലം ആൻഡ് എങ്ങനെയാണ് ജയറാം സർ വന്നിട്ട് പ്ലേസ് എ വെരി പിവിറ്റൽ റോൾ ടു ഗെറ്റ് ഹർ ബാക്ക് ടു നോർമൽ, എങ്ങനെ ഹെൽപ്പ് ചെയ്യും അതൊക്കെ. ആൻഡ് ഇറ്റ് വാസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ആൻഡ് ഇതൊരു ഭയങ്കര സീരിയസ് ആയിട്ട് ഡീൽ ചെയ്യാതെ കുറച്ചൊരു കോമിക് സെൻസും ഉണ്ട് ഇതിൽ. സോ ഷാജോൺ, ഇന്നസെന്റ് സർ എല്ലാവരും ഉണ്ട് ഇതിൽ. അതെങ്ങനെ ആ ഒരു പ്രോജക്റ്റ് മനസ്സിലേക്ക് മീൻസ് അത് എടുക്കാനായിട്ടുള്ള ഒരു കാരണം? എടുക്കാനായിട്ടുള്ള കാരണം അങ്ങനെയൊന്നുമില്ല. ഇറ്റ് വാസ് ജസ്റ്റ് ദാറ്റ് ഞാൻ ഡയറക്ടറെ മീറ്റ് ചെയ്തു. അപ്പോൾ പുള്ളി ആ ടൈമിൽ കുറച്ച് അൺഷുവർ ആയിരുന്നു. പിന്നെ ഈവനിങ് ടൈമിൽ ഹി കോൾഡ് മീ അപ്പ് അഗൈൻ ആൻഡ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ദേ സെഡ് ഞങ്ങൾ വി ഗോയിങ് ടു ദേർ ഇസ് വില്ലേജ് കോൾഡ് തേനി, തമിഴ്നാട്. സോ അവിടെ തേനി പോവാണ് എല്ലാവരും വി ഗോയിങ്. അപ്പോൾ പ്രിയം വരണമെന്ന് പറഞ്ഞു ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി. അപ്പോൾ അവിടെ ഒരു തേനി എല്ലാവരും, കാർത്തി, ഞാൻ, അമീർ സർ, രാംജി ദ ക്യാമറമാൻ,
മേക്കപ്പ് മാൻ എല്ലാവരും വി വെൻറ്റ് ദെയർ. ഒരു ഓൾമോസ്റ്റ് ഒരു 1.5 days ഞങ്ങൾ തേനിയിലുണ്ടായിരുന്നു. ആൻഡ് വി ഡിഡ് ഫോട്ടോഷൂട്ട്. സോ ഓരോരോ ലൊക്കേഷനിൽ പോയിട്ട് അവിടെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ട് ദെൻ വി കെയിം ബാക്ക്. അപ്പോഴും എനിക്ക് ഐ ഡിഡ് നോ ദാറ്റ് ഐ വാസ് ഇൻ പരുത്തിവീരൻ. One fine day they gave me a call and suddenly I just got a call in the morning and പറഞ്ഞു ഇങ്ങനെ congrats. I said congrats for പരുത്തിവീരൻ. I said what is പരുത്തിവീരൻ? എനിക്ക് അറിയില്ലായിരുന്നു. I said ഇല്ല അമീർ സുൽത്താൻ്റെ പടം ഇപ്പോൾ കാർത്തിയാണ് ഹീറോ. I said ഓ ആണോ ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ്. Then I went to Teni and we started shooting about it. So you didn't know anything about the script then, right? No, nobody knew, and I think even till the end of the film also none of us knew about it. But do you think ആ ഒരു സ്ക്രിപ്റ്റ് വായിച്ചിരുന്നെങ്കിൽ ആ മൂവി ചെയ്യുമായിരുന്നോ? I don't know. I'm sure I would have, but maybe അത് പക്ഷേ ഇത്രയും നന്നായി പെർഫോം ചെയ്യാനായിട്ട് എക്സാക്ട്ലി അത് പക്ഷേ ഒരു പക്ഷേ ഐ തിങ്ക് അത് ഡയറക്ടറിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയാം. ആരുടെ അടുത്ത് കഥ പറഞ്ഞില്ല. വെറുതെ രാവിലെ നമ്മൾ ലൊക്കേഷന് പോയിട്ട് അപ്പോഴും നമുക്ക് എന്താണ് ഷോട്ട് എന്താണ്, സോങ് ആണോ സീനാണോ ഒന്നും വി ഡിഡ്ന്റ് നോ എനിത്തിങ്. അപ്പോൾ രാവിലെ 6-6:30 മണി നമ്മൾ എല്ലാവരും സെറ്റിൽ യൂസ് ടു അസംബിൾ ആൻഡ് ഡയറക്ടർ യൂസ് ടു കം ബൈ അബൌട്ട് 7 o'clock ആൻഡ് ശരി ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ദാറ്റ്സ് ഹൗ വി സ്റ്റാർട്ടഡ്. ആൻഡ് ഫസ്റ്റ് മന്ത് കാർത്തി ഞാനും ഓൾ വി ഡിഡ് വാസ് ഒരു മോണ്ടേജ് സോങ് മാത്രം ചെയ്തു. രാവിലെ 7 മണി to 8 മണി നമ്മൾ ചെയ്തു. പിന്നെ റെസ്റ്റ് 5 മണി വരെ. പിന്നെ വീണ്ടും 5 മണി to 6 മണി ഫസ്റ്റ് മന്ത് അങ്ങനെയായിരുന്നു. ബിക്കോസ് പ്രോബബ്ലി അത് ഒരു പക്ഷേ അമീർ സുൽത്താനിന്റെ ഒരു വേ ഓഫ് ഡിറക്ഷൻ അല്ല, ഇറ്റ് വുഡ് പ്രോബബ്ലി ബി ഹിസ് way to കാർത്തിയും എന്നെയും ഒരു ടു ഗെറ്റ് us used to the village atmosphere because പുള്ളി കാർത്തി ചെന്നൈയിലാണ്, ഞാൻ ബാംഗ്ലൂരാണ്. സോ 2 cosmopolitan cities. സോ വില്ലേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് നമുക്ക് ഐ ഡോണ്ട് നോ അബൌട്ട് കാർത്തി, പക്ഷേ അറ്റ്ലീസ്റ്റ് മീ ഐ ഡിഡ്ന്റ് നോ വില്ലേജ് ലൈഫ് ഇങ്ങനെ ആയിരിക്കും, വില്ലേജിന്റെ ലേഡീസോ ജെന്റ്സ് ഇങ്ങനെ ആയിരിക്കും, വില്ലേജിന്റെ ഇതെങ്ങനെയായിരിക്കും. സോ ഇറ്റ് വാസ് ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയാം. സോ ലൈക്ക് യു ഹാഡ് ഗോട്ട് ടൈം ടു സ്റ്റഡി ഒരു മീൻസ് ഒരു വില്ലേജ് ഗേളിന്റെ റിയാക്ഷൻ, ലൈക്ക് ഒരു മോഡേൺ അല്ലെങ്കിൽ ഒരു ഗ്ലാമറസ് ഗേൾ ഫ്രം എ സിറ്റി will not react the same way of course a village girl would be. Correct. പക്ഷേ അവിടെ village girls are the ladies ഭയങ്കര they very very surprised, strong. Yeah. As in physically also. Because അടിക്കുമ്പോൾ നന്നായിട്ട് it'll hurt you a lot because yeah, not me as in, yeah of course, പക്ഷേ it was in the scene. അല്ല പക്ഷേ I'm saying they're generally ഒരു ഭയങ്കര ഒരു they're very physically കാണുമ്പോൾ you won't make out that അത്ര സ്ട്രോങ് ആണെന്ന് പറയില്ല. പക്ഷേ they're extremely strong because രാവിലെ തൊട്ട് they're working in the fields 24/7 and so yeah and ഭയങ്കര they're very ഭയങ്കര വിൽ പവർ ഉണ്ട്. എന്തായാലും they won't അത്ര ക്വിക്കായിട്ട് they won't let go of the point. തീർച്ചയായിട്ടും they want to get their point across and things like that. And സോ ഐ തിങ്ക് ഈ ഡയലോഗും ബോഡി ലാംഗ്വേജും ഒക്കെ ഇതെല്ലാം എനിക്ക് ഒരു ന്യൂ സ്ലാങ് ആയിരുന്നു. ബിക്കോസ് മധുരൈ സ്ലാങ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ആൻഡ് ഇറ്റ്സ് വെരി ഡിഫറെന്റ്. നോർമൽ ചെന്നൈ തമിഴ് അല്ല, ഇത് വേറെ ഒരു സ്ലാങ് ആണ്. സോ അതൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഒബ്വിയസ്ലി അമീർ സാർ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. പക്ഷേ സിൻസ് ഐ വാസ് ദ വൺ ഹു ഡിഡ് ഇറ്റ്, അമീർ സാർ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പാരൻ്റ്ലി 2-3 ഡബിങ് ആർട്ടിസ്റ്റ് ട്രൈ ചെയ്തു. പക്ഷേ അമീർ സാർ വാട്ട് ഐ ഹേർഡ് വാസ് അമീർ സാറിന് ആ ഫീൽ കിട്ടില്ല ഓഫ് ദ ക്യാരക്ടർ. സോ എന്നെ വിളിച്ചിട്ട് അങ്ങനെ പുള്ളി എൻ്റെ കൂടെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഇങ്ങനെ പറയണം, ഈ പോയിന്റിൽ കുറച്ച് വോയിസ് റേസ് ചെയ്യണം, ഈ പോയിന്റിൽ കുറച്ച് യു ഷുഡ് സേ കുറച്ച് ഹസ്കി ആയിട്ട് പറയൂ അതെന്ന്. സോ ഹി ഹെൽപ്പ് മീ എ ലോട്ട്. വലിയൊരു ഗൈഡൻസ് ആയിരുന്നു. ഓക്കെ, ഫോർ ഷുവർ. ഓക്കെ, സോ അങ്ങനെ അമീർ സർ നല്ലൊരു ഗൈഡൻസ് ആയി പരുത്തിവീരൻ unknowingly and by a mistake but like yeah of course it proved to be very I good won't success. say a mistake but I would say it was luck by chance. Yeah. അതിനുശേഷം പിന്നീട് വന്ന ഒരുപാട് പ്രോജക്ട്സ് ഇപ്പം എടുത്ത് എല്ലാവരും ചോദിക്കാനിരുന്നത് ലൈക്ക് ചെന്നൈ എക്സ്പ്രസ്സിലെ SRKയുടെ കൂടെ. സോ ഹൗ വാസ് ഇറ്റ് വർക്കിംഗ് വിത്ത് SRK? It was great. I think one of the greatest king of Bollywood. Of course, I think വലിയൊരു സ്റ്റാർ ആണ്. വേൾഡ് വൈഡ് ഹി ഈസ് നോൺ. ഐ ഡോണ്ട് തിങ്ക് വേൾഡിൽ ഈ അങ്ങനെ ഒരു സ്ഥലമുണ്ട് വേറെ എല്ലാവരും ഫസ്റ്റ് ബോളിവുഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എല്ലാവരും ചോദിക്കുന്നത് ഷാറുഖ് ഖാൻ ആണോ എന്നാണ്. സോ ഹീ ഈസ് ദാറ്റ് പോപ്പുലർ ആൻഡ് വേൾഡ് വൈഡ് ഫാൻസിൽ ഐ എം ഓൾസോ വൺ ഓഫ് ദം. ഐ എം ഹ്യൂജ് ഫാൻ ഓഫ് ഷാറുഖ്. ആൻഡ് അങ്ങനെ ഒരു കോൾ വരുന്നത് പുള്ളിയായിട്ട് ഓപ്പോസിറ്റ് സോങ് ചെയ്യുമോ എന്ന് രോഹിത് ഷെട്ടി ചോദിക്കുമ്പോൾ ഒബ്വിയസ്ലി ഐ സെഡ് യെസ് ഐ വുഡ് ലവ് ടു ഡു ഇറ്റ്.
and it was very sweet also. Rohit Shetty is extremely sweet and പുള്ളി വന്നിട്ട് എൻ്റെ അടുത്ത് ആ സിറ്റുവേഷൻ പറഞ്ഞു എങ്ങനെയാ ആ സോങ് വരുന്നത് എപ്പോഴാ വരുന്നത് and he made me hear the song. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ മൊമെന്റ് ഐ ഹേർഡ് ഇറ്റ് ഐ സെഡ് യെസ് ഞാൻ ചെയ്യും ബിക്കോസ് ഒരു ഡാൻസിങ് നമ്പറാണ്. സെക്കൻഡ്ലി ഐ വാസ് വെരി ഷുവർ ദാറ്റ് ഇത് ഭയങ്കര ഒരു പോപ്പുലർ നമ്പർ ആയിരിക്കും. ആൻഡ് സി ഒബ്വിയസ്ലി ഇറ്റ് ഇസ് with Shah Rukh Khan and in the movie called Chennai Express, because അതിൻ്റെ മുമ്പ് ഞാൻ കുറേ ചെന്നൈ എക്സ്പ്രസിൻ്റെ ഞാൻ പോസ്റ്റേഴ്സ് കണ്ടു, അതിനെ കുറിച്ച് ഞാൻ ന്യൂസൊക്കെ ഞാൻ വായിച്ചു സെയിങ് കുറേ സൗത്ത് ഇന്ത്യൻ ആർട്ടിസ്റ്റും ഉണ്ട് ചെന്നൈ എക്സ്പ്രസ്സിൽ. സോ എന്നെ വിളിക്കുമ്പോൾ ഐ വാസ് ഒബ്വിയസ്ലി oriented മൂവിയും കൂടിയായിരുന്നു. Yeah, so I was obviously happy to be a part of Chennai Express. നമുക്കിപ്പം പറയാനുള്ളത് എപ്പോഴും ഒരു ഫെയിം അല്ലെങ്കിൽ ഒരു ലെവലിൽ ആൾക്കാർ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് സെഡ് ദാറ്റ് money is a priority. Of course money is a priority, we all know that. പക്ഷേ വൺസ് ഒരു ലെവൽ എത്തുന്നത് വരെ നമ്മൾ എല്ലാ പ്രോജക്ട്സും വി ട്രൈ ടു ഹാൻഡിൽ ഇറ്റ്. ഐ മീൻ ലൈക്ക് ഒരുപാട് എല്ലാം വലിച്ചു വരില്ല, ഒരുമാതിരി എല്ലാം ചെയ്യും. ബട്ട് ദെൻ യു ബിക്കം വെരി സെലക്റ്റീവ്. ഫിലിം chooses you first, we choose film. Yeah. So where does money come and how does money matter you? See, ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഐ വാസ് എക്സ്ട്രീംലി ചൂസി, ഐ വാസ് എക്സ്ട്രീംലി പിക്കി അബൌട്ട് ദ പ്രോജക്ട്സ്. ചെയ്യുന്ന പ്രോജക്ട്സ് ഒക്കെ ഇപ്പോൾ ഹിറ്റാണോ ഫ്ലോപ്പാണോ അത് എൻ്റെ കയ്യിലല്ല. പക്ഷെ ഞാൻ ചെയ്ത എല്ലാ ഫിലിംസും ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്തത്. സോ ഒബ്വിയസ്ലി ഇസ് ബട്ട് ഒബ്വിയസ് ദാറ്റ് സ്ക്രിപ്റ്റ് ആണ് എനിക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദ സ്ക്രിപ്റ്റ്. അതെനിക്ക് കൺവിൻസ് ആയാൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. ഹൂഎവർ ഇറ്റ് ഇസ്, ബി ഇറ്റ് ഒരു പുതു ഡയറക്ടറാണോ ഓർ പുതു ബാനറാണോ വാട്ട് എവർ, ബട്ട് ഇഫ് ഇറ്റ് അപ്പീൽസ് ടു മീ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള ആസ്പെക്ട്സ് ആണ് ബാനർ ആരാണ്, what is the production house, yes. And who is the producer, who is the director. I mean obviously the director would be there. Pinna co-stars aarana. Pinna after all that will come the remuneration, because which obviously it is but obvious that adoru important part aanu, because nammal aarum ipo we are not doing social service here, right? We are not working for free or something. Adu oru vashe probably if you are you'd say okay chalo once in a blue moon or something, probably nammal out of pure friendship for that person, yeah, or something, or out of gratitude നമ്മൾ ചെയ്യും, or out of purely out of respect നമ്മൾ ചെയ്യും. പക്ഷേ ജീവിതകാലം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. It's a loss for us, of course, because ഒരു ദിവസം രാവിലെ എണീറ്റ് വൈകുന്നേരം വരെ we have to be in that location. Exactly. And at the end of the day, as I said, we are also working for money, because it is നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ ആണ്. വി ആർ നോട്ട് ആരും നമ്മൾ രാവിലെ വി ആർ ഓൾസോ വർക്കിംഗ് ഹാർഡ്. ആസ് യു സെഡ്, രാവിലെ തൊട്ട് നൈറ്റ് വരെ നമ്മളും വർക്ക് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഓക്കെ വെറുതെ അങ്ങനെ റൂമിൽ വെറുതെ അങ്ങനെ ഇരിക്കുന്നുണ്ട്, അങ്ങനെയല്ല. വി ആർ ഓൾസോ വർക്കിംഗ് ആസ് ഹാർഡ് ആസ് പോസിബിൾ. സോ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ യെസ്, I will definitely say that money does play an important part. So അങ്ങനെ ഒരുപാട് ഒരു പ്യുവർ ഗ്രാറ്റിറ്റ്യൂഡ്, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പ്യുവർ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഒരു പക്ഷേ നെഗോഷിയേറ്റ് ചെയ്ത് there is always something always competing this money factor, that is the quality. For example, we say പ്രാഞ്ചിയേട്ടൻ്റെ കൂടെ The Saint എന്ന് പറഞ്ഞ മൂവി, മമ്മൂക്ക, ഇന്നസെൻറ്റ്, it was a very good banner and huge hit also. അങ്ങനത്തെ ഒരു ഫിലിം വന്നു ആൻഡ് ദേ ആർ നോട്ട് റെഡി ടു ഡു ഇറ്റ് അക്കോർഡിംഗ് ടു മാർക്കറ്റ് വാല്യൂ. ആ ടൈമിൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് നെസസറി ദാറ്റ് യു ഹാവ് ടു നെഗോഷിയേറ്റ് ബിക്കോസ് ക്വാളിറ്റി ഈസ് ഹയർ ദെയർ ദാൻ. സി എനിക്ക് പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് ഐ ഡിഡ്ന്റ് തിങ്ക് ട്വൈസ്, ബിക്കോസ് രഞ്ജിത്ത് സാറിന്റെ പടമായിരുന്നു ആൻഡ് ഒബ്വിയസ്ലി ഇറ്റ് വാസ് ഓപ്പോസിറ്റ് മമ്മൂക്ക. അപ്പോൾ രഞ്ജിത്ത് സർ തന്നെ, ബിക്കോസ് എൻ്റെ കരിയറിൽ വലിയൊരു ഹിറ്റ് തിരക്കഥ എന്നൊരു സ്റ്റോറി, ഒരു ഫിലിം I got an opportunity to work with Ranjit sir. അപ്പോൾ രഞ്ജിത്ത് സർ തന്നെ ഫോൺ ചെയ്തിട്ട് when he said I want you to do പ്രാഞ്ചിയേട്ടൻ, ഇതൊരു അത്ര വലിയൊരു ക്യാരക്ടർ അല്ല, പക്ഷേ she does ഒരു one of the important characters മമ്മൂക്ക who he comes across in the film എന്ന് പറഞ്ഞു. I said yes, ഞാൻ ചെയ്യും sir, because it is for you that I'm going to do it. And obviously opposite മമ്മൂക്ക എന്ന് പറഞ്ഞാൽ he is one of the pillars of the Malayalam industry. അപ്പോൾ തീർച്ചയായിട്ടും why will I say no? It was a sure shot success combination. So I said yes, I'll do it എന്ന് പറഞ്ഞു. And first day Ranjit sir എൻ്റെ അടുത്ത്, because he's extremely open with me, so he said ഇത് അത്ര വലിയ റോൾ അല്ല, ഇറ്റ്സ് ഹാർഡ്ലി ഫോർ 7 days that I'll need you. Okay. So I said yeah, I'll do it എന്ന് പറഞ്ഞു. 7 days ആണെങ്കിലും it got clicked a lot. Especially the song also came available. Yeah. And എല്ലാരും, and the first thing they remember is പ്രാഞ്ചിയേട്ടനിൽ they said ഞങ്ങൾ പ്രാഞ്ചിയേട്ടൻ കണ്ടു, ഏറ്റവും ഇഷ്ടമായ സീൻ വന്നിട്ട് ആ ചൗട്ട് സീനാണ്. So see all that, even though I had a small part in the film,
That was a great thing for you in your life. From രണ്ട് superstars മലയാളത്തിലെ മോഹൻലാൽ as well as Mammootty as well as മോഹൻലാലിന്റെ ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് in Grand Master. But there you had greater to perform, I guess, more than പ്രാഞ്ചിയേട്ടൻ. ഒരു എക്സ്റ്റൻറ്റും കൂടി എക്സ്ട്രാ ഉണ്ടായിരുന്നു. So it was even good working. രണ്ടുപേരുടെയും നിന്നും പഠിച്ച എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? What you learned from them? I won't say I learned something from them, but yes, obviously from Lal sir, I think I learned one thing, that professional life and personal life you should not mix it. Because ഞങ്ങൾ ഗ്രാൻഡ് മാസ്റ്റർ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ലാൽ സാറുടെ മദർ വാസ് ഹോസ്പിറ്റലൈസ്ഡ് ആൻഡ് സോ പുള്ളി ഹാഫ് ദ ടൈം ഹി ആക്ച്വലി പ്രാക്ടിക്കലി പുള്ളി വന്നിട്ട് he was living out of the hospital because ഷൂട്ട് പാക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി ഹോസ്പിറ്റലിൽ ഇരിക്കും. പിന്നെ രാവിലെ ഹോസ്പിറ്റലിൽ തന്നെ കുളിച്ചിട്ടൊക്കെ he'll freshen up and he'll come to the location. അപ്പോൾ ഞാൻ വെറുതെ അങ്ങനെ I just said I'm sorry to hear about your mother because പുള്ളി സെറ്റെല്ലാം ഭയങ്കര ജോവിയലായിരുന്നു. ആസ് ഇൻ ആ ഒരു ടെൻഷനേ ഇല്ലായിരുന്നു ഹോസ്പിറ്റലിൻ്റെ ഇത്. ഇപ്പോൾ ബ്രേക്ക് വരുന്ന ടൈമിൽ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ലഞ്ച് ബ്രേക്ക് വന്നു, സോ അവിടെ ഒരു ഹാഫ് ആൻ അവർ പോയിട്ട് പുള്ളി തിരിച്ചു വരും, അത്രേ ഉള്ളൂ. സംടൈംസ് ഇല്ലെങ്കിൽ he used to be on the set. And one thing he told me was, when I told him about his mother's thing, when I said I heard about it എന്നൊക്കെ പറയുമ്പോൾ he said, see, one thing is ഞാൻ എപ്പോഴും പേഴ്സണലും പ്രൊഫഷണൽ ലൈഫും ഞാൻ മിക്സ് ചെയ്യില്ല. അത് വേറെ ഇതാണ്. ബാക്കപ്പ് കഴിഞ്ഞിട്ട് I am a dutiful son. പക്ഷെ when I am in front of the camera, I am an actor. ഞാൻ ബാക്കി ഇത് ഞാനൊന്നും മൈൻഡിൽ വെക്കാറില്ല until and unless it is extremely ഒരു ഭയങ്കര ഒരു സീരിയസ് സിറ്റുവേഷൻ ആണെങ്കിൽ only then yes maybe I will get disturbed by it or something. ഇല്ലെങ്കിൽ I will not. So that's one thing what I learned from Lal sir. ഓണം എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നു? സെറ്റിലായിരിക്കുമോ അതോ? I see. Unfortunately, ഞങ്ങൾ ഇതുവരെ ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. We don't usually celebrate ഓണം because in being in Bangalore. പക്ഷേ traditionally അമ്മ വന്നിട്ട് she'll cook. സദ്യ അല്ല, പക്ഷേ she'll cook whatever is the necessary things. അത്രേ ഉള്ളൂ. Till now അങ്ങനെ ട്രഡീഷണൽ ആയിട്ട് we have not celebrated ഓണം. പക്ഷേ ഇപ്പോൾ ഏതെങ്കിലും ഒരു മൂവി സെറ്റിൽ ഓഫ് കോഴ്സ് നാട്ടിൽ എവിടെയെങ്കിലും നടക്കുന്നതാണെങ്കിൽ ആ ഷൂട്ടിങ്ങിന്റെ സമയത്ത് you might have experience. I think this is the first time in my entire life that I will be celebrating Onam on a set. As in Sibisarde set lalla, but I'll be celebrating Onam with my reality show. What about your other projects other than this movie? ഞാനിപ്പോൾ ഒരു കന്നഡ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്തു, അംബരീഷ എന്ന് പറഞ്ഞിട്ട്, വിത്ത് ദർശൻ. That will also release quite soon. And അത് കഴിഞ്ഞിട്ട് there is another project, പക്ഷേ it's a little too early to talk about it because I've still not signed the dotted line. Okay, അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ. നമുക്ക് നല്ല നല്ല സിനിമകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുക. ഇനിയും ബോളിവുഡിൽ വേറൊരു സോങ് ആയിട്ട്, നോട്ട് ഐറ്റം നമ്പർ ഓഫ് കോഴ്സ്, പക്ഷേ ഒരു ആക്ട്രസ് ആയിട്ട് ഓഫ് കോഴ്സ് we all expect Priyamani to be there, and yeah, fingers crossed. Fingers crossed. So your Onam, let it prove to be a very lucky one for you. Thank you. Also I wish you a very very happy Onam and a good luck for your upcoming movies. Thanks a lot. It was great having you. Pleasure. താങ്ക് യു. സോ അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സംഭാഷണം ഇവിടെ അവസാനിക്കുന്നു. നമ്മൾക്ക് ഇനി പ്രിയാമണിയുടെ കുറെ നല്ല ചിത്രങ്ങളും അതോടൊപ്പം തന്നെ ഇനി ബിഗ് സ്ക്രീനിൽ കുറേ നല്ല മൂവീസ് നിങ്ങൾക്കായി സമ്മാനിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നതായിരിക്കും. താങ്ക് യു വൺസ് അഗെയിൻ. എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം ടു വൺ ആൻഡ് ഓൾ.